നമ്മൾ ഒരുപാട് ഗെയിമും ആപ്ലിക്കേഷനും ഒക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്തു എന്ന് കരുതി നമ്മുടെ ഫോണിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ട് പോകുന്നില്ല. ഒരുപാട് ഫയലുകളും ഫോൾഡറുകളും നമ്മുടെ ഫോണിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇത്തരം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നത്. ആപ്ലിക്കേഷനും ഗെയിമും ഒക്കെ ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ ഉപേക്ഷിക്കുന്ന ഫയലുകളെയാണ് കോപ്സ് ഫയലുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാലം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ ഫോണിൽ ഒരുപാട് കോപ്സ് ഫയലുകൾ അടിഞ്ഞുകൂടും. ഇങ്ങനെ ഒരുപാട് കോപ്സ് ഫയലുകൾ നമ്മുടെ ഫോണിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടുന്ന കോപ്സ് ഫയലുകൾ കണ്ടെത്തി കളയാൻ സഹായിക്കുന്ന ഒരേ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ മാത്രമേ പ്ലേ സ്റ്റോറിനകത്തുള്ളൂ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നം, പലർക്കും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് മോർ എന്ന് കാണാം, അല്ലെങ്കിൽ ചിലർക്ക് 3 ഡോട്ട്സ് ആയിരിക്കും. ജസ്റ്റ് ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓൺ ആവും. നിങ്ങൾക്ക് അവിടെ നീല നിറത്തിൽ ലിങ്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ കാണിച്ചു തരുന്നത് പോലെ കൃത്യമായി പെർമിഷനുകൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് കോപ്സ് ഫയലുകൾ കളയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കളയാൻ അറിയാത്തവരാണ് ഭൂരിഭാഗം ആൾക്കാരും ഈ ആപ്ലിക്കേഷന് നെഗറ്റീവ് റിവ്യൂ ഇടുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ കാണാം, ഇതിന് റേറ്റിംഗ് കുറവ് അതുകൊണ്ടാണ്. അപ്പോൾ പെർമിഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൃത്യമായി കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ ചെയ്യുക. ആദ്യം ഇതുപോലെ കുറച്ച് കണ്ടിന്യൂ ബട്ടണും സെറ്റപ്പും ഒക്കെ താഴെ കാണാം. നിങ്ങൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് ലഭിക്കുക. ഇവിടെ ഓരോ പെർമിഷനുകളും കൊടുക്കാനുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലോ കൊടുക്കേണ്ട ഓപ്ഷനാണ് വരിക. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഫയൽ ആക്സസിന്റെ പെർമിഷൻ കൊടുക്കാനാണ് വരിക, അതും കൊടുക്കുക. അടുത്തതായി 2 ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷനാണ് വരിക. രണ്ടും കൊടുക്കരുത്, രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കണം. അതായത് ഡോണ്ട് യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലേക്ക് കൊടുക്കുക. ഇനി മൂന്നാമതായി നമുക്ക് മറ്റൊരു പെർമിഷൻ കൂടി കൊടുക്കാനുണ്ട്. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തണം, എന്നിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി നാലാമതായി ആക്സസിബിലിറ്റി പെർമിഷനാണ് കൊടുക്കേണ്ടത്. ഈ ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. പിന്നെ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഓപ്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ കാണാം ഡൗൺലോഡ് ആപ്സ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആപ്പെന്നോ മറ്റെന്തെങ്കിലും ആയിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ബട്ടൺ മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ റെഡ്മി ഫോൺ ആയതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ അതിന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. മറ്റുള്ള ഫോണിന് അങ്ങനെ ഒരു ഓപ്ഷനേ ഉണ്ടാവില്ല. ഡയറക്റ്റ് ഇത് ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയും പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫോൺ ക്ലീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള ക്ലീനിങ് ആപ്ലിക്കേഷനൊക്കെ ചുമ്മാ ഫോണിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നെന്ന് കാണിച്ചു തരും, പക്ഷെ നമ്മുടെ ഫോണൊന്നും വൃത്തിയാക്കില്ല. ഫോൺ യഥാർത്ഥത്തിൽ വൃത്തിയാക്കണമെങ്കിൽ ഇത്രയും പെർമിഷൻ കൊടുത്താൽ മാത്രമേ വൃത്തിയാക്കാൻ കഴിയുള്ളൂ. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കോപ്സ് ഫൈൻഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ താഴെ സിസ്റ്റം ക്ലീനർ കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. ഏറ്റവും താഴെ ഒരു സെർച്ച് ബട്ടൺ പോലെ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഫോണിലിരിക്കുന്ന എല്ലാ ഫയലുകളും ഇത് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ തുടങ്ങും. അതിൽ നിന്ന് ഡെഡായ ഫയലുകൾ ഇത് കളക്ട് ചെയ്യുന്നതാണ്. അതായത് ആവശ്യമില്ലാതെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറക്കുന്ന ഫയലുകൾ. ഇപ്പം നിങ്ങൾക്ക് കാണാം വളരെ ചെറിയ KB ഒക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഫയൽ. പക്ഷെ അതാണ് നമ്മുടെ ഫോണിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫയലുകൾ. അപ്പോൾ അതിന് താഴെയുള്ള സിസ്റ്റം ക്ലീനർ എന്ന് കാണാം. ആ ഫയൽ കൂടി നമുക്ക് കളയേണ്ടതുണ്ട്. അപ്പോൾ രണ്ടും എല്ലാം സ്കാൻ ചെയ്ത് കഴിയുന്നത് വരെ കാത്തിരിക്കാം. ഓക്കെ, സ്കാനിങ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 2 GB മെമ്മറി സ്പേസ് സിസ്റ്റം ക്ലീൻ ചെയ്താൽ കിട്ടും. നമുക്ക് മെമ്മറി എല്ലാ പ്രാധാന്യം. നമുക്ക് ഫോൺ ക്ലീൻ ചെയ്ത് പെർഫോമൻസ് കൂട്ടാനാണ് ഈ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഡിലേറ്റ് ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഡിലേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ ആദ്യത്തെ 2 ഓപ്ഷനും ഇത് ക്ലീൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലീൻ ചെയ്ത് കിട്ടില്ല. നമുക്ക് മെയിനായിട്ട് 2 ഓപ്ഷൻ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. മൂന്നാമത്തേത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെന്ന് പറയും. നമുക്ക് പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൂന്നാമത്തെ ഓപ്ഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാനുവലായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓരോ ആപ്ലിക്കേഷൻ്റെയും ക്യാഷയും കാര്യങ്ങളൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്ത് തരുന്നത്. അത് സാധാരണ ക്ലീനിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്ലീനിങ് ഫ്രീ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ക്ലീൻ ചെയ്താൽ നമുക്ക് വലിയൊരു മെമ്മറി സ്പേസ് കിട്ടുമെന്നേ ഉള്ളൂ. 95 രൂപയോ മറ്റാണ് ഇത് ക്ലീൻ ചെയ്യാൻ ഇത് പർച്ചേസിങ്ങിന് ചോദിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഈ കോപ്സ് ഫൈൻഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറക്കുന്നത്. അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പർച്ചേസ് ചെയ്യാണ്ട് ഇതിലേക്ക് പോയിട്ട് മാനുവലായിട്ട് ഫയലുകൾ കളയാൻ പറ്റും. അതിന് മാനുവൽ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റോറേജിലേക്ക് പോയിട്ട് ഓരോന്നും കണ്ടെത്തിയിട്ട് നമുക്ക് മാനുവലായിട്ട് കളയാൻ പറ്റും. ഈ മാനുവലായിട്ട് കളയാൻ
കളയണ്ട, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ കളയണമെങ്കിൽ എന്തായാലും 95 രൂപ ഒരു വർഷത്തേക്ക് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ആദ്യത്തെ 2 ഓപ്ഷൻ ഫ്രീ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് പ്രാധാന്യം. അത് ചെയ്താൽ തന്നെ ഫോണിൻ്റെ പെർഫോമൻസ് കൂടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.